ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഉള്ള പണ്ടം പണയം വെച്ച് വീട് പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പോയിട്ട് പ്രസവം നടത്തേണ്ട ഗതികേടുള്ള നാടിൻ്റെ പേര് ഈ പറയുന്ന വികസനം നടന്ന ബേപ്പൂർ മണ്ഡലം നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ ചോദിക്കണം, ഡോക്ടർ ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എക്സ്റേ മെഷീന് ഈ കാലം വരെ ഇല്ലാത്തൊരു ആശുപത്രി. എക്സ്റേ മെഷീനെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡോക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അയാൾ ഇവിടെ വരും, ആളുകളെ പരിശോധിക്കും, എക്സ്റേ എടുക്കാൻ കൊടുക്കും. എക്സ്റേ എടുത്ത് എവിടെയോ പോയി മടങ്ങി വരുമ്പോഴേക്ക് ഡോക്ടർ പോയിട്ടുണ്ടാവും. പിന്നെ ഈ ഒടിഞ്ഞ കൈയുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഇവിടെ പുതിയ എക്സ്റേ മെഷീൻ പുതിയ ഫണ്ട് വാങ്ങി വെച്ചിട്ട് ഇവിടെ 6 മാസമായിട്ട് എക്സ്റേ മെഷീൻ കിടക്കുകയാണ്. അതൊന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സ്റ്റാഫിനെ കൊടുക്കാൻ ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഗൈനക്കോളജിക്കായിട്ട് ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുത്ത സൗകര്യപ്രദമായ കെട്ടിടം ഇവിടെ കിടക്കുകയാണ്. ആ കെട്ടിടം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അപ്പം ഒരു സ്ത്രീക്ക് പോലും പ്രസവിക്കാൻ ഒരു സൗകര്യവും ഇന്ന് വരെ ഇവിടെ നടത്തിയിട്ടില്ല. കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പോലുമില്ല. കാർഡിയോളജി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ആളുകൾ കാർഡിയോളജിക്കൽ അറ്റാക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.